ഹലോ നമസ്കാരം, എൻ്റെ പേര് അഞ്ജന. വെൽക്കം ടു ലേണിനോ. സോ നമുക്ക് ഡിസംബർ ലാസ്റ്റ് സെറ്റ് ഓഫ്, അതായത് പാർട്ട് 3 കറണ്ട് അഫെയർസ് ഓഫ് ഡിസംബർ 2023 നമുക്ക് കവർ ചെയ്യാം. ഓക്കെ, അതായത് ഇപ്പോൾ ഡിസംബറിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 പാർട്ടായിട്ടാണ് നമ്മൾ കറണ്ട് അഫെയർസ് പഠിക്കാൻ പോകുന്നത്. പാർട്ട് 1 എന്ന് പറയുന്നത് 10 ദിവസം, ഡിസംബർ 1 to 10 ആണെങ്കിൽ പാർട്ട് 2 എന്ന് പറയുന്നത് അടുത്ത 10 ദിവസം. ദെൻ ഇത് നമ്മുടെ പാർട്ട് 3 ആണ്, അതായത് ലാസ്റ്റ് 10 days ഓഫ് ഡിസംബർ 2023 ആൻഡ് ദ കറണ്ട് അഫെയർസ് ഓഫ് അവർ ലാസ്റ്റ് മന്ത് 2023 കറണ്ട് അഫെയർസും. അതേപോലെ തന്നെ ഇനി അടുത്ത സെറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയതായിട്ട് 2024 ജനുവരി കറണ്ട് അഫെയർസ് ആയിരിക്കും നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ 10 ആയിട്ടായിരിക്കില്ല, ആഴ്ചയിൽ, അതായത് ഒരാഴ്ച ഫസ്റ്റ് വീക്കിൻ്റെ കറണ്ട് അഫെയർസ് ഒരുമിച്ചിട്ട്, ദെൻ സെക്കൻഡ് വീക്കിൻ്റെ, ദെൻ തേർഡ് വീക്ക്, ഫോർത്ത് വീക്ക്, അങ്ങനെ 4 കറണ്ട് അഫെയർസ് സെറ്റായിട്ടായിരിക്കും നമ്മൾ ഓരോ മാസവും കവർ ചെയ്ത് പോകുന്നത് 2024. ഓക്കെ, സോ 2023 ഡിസംബർ മാത്രം 3 പാർട്ട് 3 പാർട്സ് ആയിട്ടാണ് നമ്മൾ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ഇത് നമ്മുടെ ലാസ്റ്റ് സെറ്റ് ഓഫ് കറണ്ട് അഫെയർസ് ആണ്, അതായത് 21 to 31 ഡിസംബർ 2023 കറണ്ട് അഫെയർസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. സോ ഐശ്വര്യമായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 1, ദൈനംദിന ആവശ്യങ്ങൾക്കും കൃഷിക്കുമായി ഏറ്റവും അധികം ഭൂഗർഭജലം ഉപയോഗിക്കുന്ന രാജ്യം ഏതാണെന്നാണ് ആദ്യത്തെ ചോദ്യം. ദൈനംദിന ആവശ്യങ്ങൾക്കും കൃഷിക്കുമായി ഏറ്റവും അധികം ഭൂഗർഭജലം ഉപയോഗിക്കുന്ന രാജ്യം നമ്മുടെ ഇന്ത്യ തന്നെയാണ് ആൻസർ. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം, രാജ്യത്ത് ആദ്യമായി പൂർണ്ണമായി വനിതകൾ നിർമ്മിച്ച ഉപഗ്രഹം വിസാറ്റ്. രാജ്യത്ത് ആദ്യമായി പൂർണ്ണമായി വനിതകൾ നിർമ്മിച്ച ഉപഗ്രഹം വിസാറ്റ് ആണ്. ഇനി മൂന്നാമത്തെ ചോദ്യം, അടുത്തിടെ 1800-ലധികം വർഷം പഴക്കമുള്ള മഹാശിലാസ്മാരകമായ ചെങ്കല്ലറകൾ കണ്ടെത്തിയ ജില്ല ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അടുത്തിടെ 1800-ലധികം വർഷം പഴക്കമുള്ള മഹാശിലാസ്മാരകമായ ചെങ്കല്ലറകൾ കണ്ടെത്തിയ ജില്ല ഏതാണ്? കാസർഗോഡ്. നാലാമത്തെ ചോദ്യം, കാഴ്ച പരിമിതരുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ ബ്രെയിലി ലിപി സാക്ഷരത നടപ്പാക്കുന്ന പരിപാടി ദീപ്തി. അതായത് നമ്മുടെ കണ്ണ് കാണാത്തവർക്കായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ളൊരു ലിപിയാണ് ബ്രെയിലി ലിപി. ഓക്കെ, സോ കാഴ്ച പരിമിതരുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ബ്രെയിലി ലിപി സാക്ഷരത നടപ്പാക്കുന്ന പരിപാടിയുടെ പേരാണ് ദീപ്തി. ഓർത്തു വയ്ക്കുക, ദീപ്തി. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 5, 2024 ബുക്കർ സമ്മാന ജേതാവിനെ തിരഞ്ഞെടുക്കുവാനുള്ള ജഡ്ജിംഗ് പാനലിൽ ഉൾപ്പെട്ട ബ്രിട്ടീഷ് ഇന്ത്യൻ സംഗീതജ്ഞൻ ആരാണ്? നിതിൻ സാനി. ഓക്കെ, 2024 ബുക്കർ സമ്മാന ജേതാവിനെ തിരഞ്ഞെടുക്കുവാനുള്ള ജഡ്ജിംഗ് പാനലിൽ ഉൾപ്പെട്ട ബ്രിട്ടീഷ് ഇന്ത്യൻ സംഗീതജ്ഞൻ ആരാണ്? നിതിൻ സാനി. ഓക്കെ, ഇനി ആറാമത്തെ ചോദ്യം, മുതിർന്ന IPS ഓഫീസർ മഹേശ്വർ ദയാലാണ് ജയിൽ ഡയറക്ടർ ജനറലായിട്ട് ചുമതലയേറ്റിട്ടുള്ളത്. ഓക്കെ, അതായത് പുതിയ ജയിൽ ഡയറക്ടർ ജനറൽ ആരാണെന്ന് ചോദിക്കാം. മുതിർന്ന സീനിയർ IPS ഓഫീസറായിട്ടുള്ള മഹേശ്വർ ദയാലാണ് ആൻസർ. മഹേശ്വർ ദയാലിൻ്റെ ഒരു ഇമേജാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ഇനി ഏഴാമത്തെ ചോദ്യം, അടുത്തിടെ ലോകാരോഗ്യ സംഘടന, അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO അവഗണിക്കപ്പെട്ട ഉഷ്ണമേഖലാ രോഗങ്ങളുടെ പട്ടികയിൽ ചേർത്ത് വായയെയും മുഖത്തിനെയും ഗുരുതരമായി ബാധിക്കുന്ന രോഗം ഏതാണെന്നാണ് ചോദ്യം. നോമ. ഓക്കെ, രോഗത്തിൻ്റെ പേര് നോമ. അടുത്തിടെ ലോകാരോഗ്യ സംഘടന അവഗണിക്കപ്പെട്ട ഉഷ്ണമേഖലാ രോഗങ്ങളുടെ പട്ടികയിൽ ചേർത്ത വായയെയും മുഖത്തിനെയും ഗുരുതരമായി ബാധിക്കുന്ന രോഗം ഏതാണ്? നോമയാണ്. ഓക്കെ, ഇനി എട്ടാമത്തെ ചോദ്യം, ലോകത്തിൽ ആദ്യമായി ചാണകത്തിൽ നിന്നുള്ള ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കോസ്മോസ് എഞ്ചിൻ എന്ന റോക്കറ്റ് പരീക്ഷിച്ചത് ഏത് രാജ്യമാണ്? ലോകത്തിലെ ആദ്യമായി ചാണകത്തിൽ നിന്നും ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കോസ്മോസ് എഞ്ചിൻ എന്ന റോക്കറ്റ് പരീക്ഷിച്ചത് ഏത് രാജ്യമാണ്? ജപ്പാനാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, 9ാമത്തെ ചോദ്യമാണ്, 2023 ഡിസംബറിൽ മലപ്പുറം ജില്ലയിലെ കുടുംബശ്രീ മിഷൻ പുറത്തിറക്കിയ ഡിജിറ്റൽ മാഗസിൻ്റെ പേര് മാതൃകം. 2023 ഡിസംബറിൽ മലപ്പുറം ജില്ലയിലെ കുടുംബശ്രീ മിഷൻ പുറത്തിറക്കിയ ഡിജിറ്റൽ മാഗസിൻ്റെ പേര് മാതൃകം.
10ാമത്തെ ചോദ്യം, ഐക്യരാഷ്ട്രസഭയ്ക്ക് കീഴിലുള്ള ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ IMO എന്ന് പറയുന്ന ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ നിർദ്ദേശിക്കുന്ന ഇന്റർനാഷണൽ ഷിപ്പിംഗ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി അംഗീകാരം അടുത്തിടെ ലഭിച്ച കേരളത്തിലെ തുറമുഖം ഏതാണ്? വിഴിഞ്ഞം, കൊല്ലം. ഐക്യരാഷ്ട്രസഭയ്ക്ക് കീഴിലുള്ള ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ നിർദ്ദേശിക്കുന്ന ഇന്റർനാഷണൽ ഷിപ്പിംഗ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി അംഗീകാരം അടുത്തിടെ ലഭിച്ച കേരളത്തിലെ തുറമുഖങ്ങൾ വിഴിഞ്ഞം, കൊല്ലം. ഓക്കെ. 11ാമത്തെ ചോദ്യം, 2024 ഓസ്കാർ അവാർഡിനുള്ള പ്രാഥമിക യോഗ്യതാ പട്ടികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചിത്രം ഏതാണ്? ദ ഫേസ് ഓഫ് ദ ഫേസ്ലെസ്. ഓക്കെ. 2024 ഓസ്കാർ അവാർഡിനുള്ള പ്രാഥമിക യോഗ്യതാ പട്ടികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചിത്രം ഏതാണ്? ദ ഫേസ് ഓഫ് ദ ഫേസ്ലെസ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, IPL ചരിത്രത്തിലാദ്യമായി താരലേലം നിയന്ത്രിക്കുന്ന വനിത ആരാണെന്നാണ്? മല്ലിക സാഗർ. മല്ലിക സാഗറിൻ്റെ ഒരു ഇമേജാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. IPL ചരിത്രത്തിലാദ്യമായി താരലേലം നിയന്ത്രിക്കുന്ന വനിത മല്ലിക സാഗർ. അതേപോലെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് 13ാമത്തെ ചോദ്യം, IPL താരലേലം ചരിത്രത്തിലെ ഏറ്റവും വിലയേറിയ താരം ഹിസ്റ്ററി ഓഫ് IPL താരലേലത്തിൽ ഏറ്റവും വിലയേറിയ താരം ആരാണ്? മിച്ചൽ സ്റ്റാർക്ക്. ഓസ്ട്രേലിയൻ പ്ലെയർ ആയിട്ടുള്ള മിച്ചൽ സ്റ്റാർക്കാണ്. 24.75 കോടിയാണ് അദ്ദേഹത്തിൻ്റെ വില. ഓക്കെ. സോ IPL താരലേലം ചരിത്രത്തിലെ ഏറ്റവും വിലയേറിയ താരം മിച്ചൽ സ്റ്റാർക്ക്, 24.75 കോടി. അതേപോലെ 14ാമത്തെ ക്വസ്റ്റ്യൻ, ലോക ബാസ്കറ്റ്ബോൾ ദിനം എന്നാണ് 1891 ഡോക്ടർ ജെയിംസ് നൈസ്മിത്ത് ബാസ്കറ്റ്ബോൾ കണ്ടുപിടിച്ചതിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് ഡിസംബർ 21 ഓക്കെ എല്ലാ വർഷവും ലോക ബാസ്കറ്റ്ബോൾ ദിനം ആചരിക്കുന്നത്. ഓക്കെ. ഡിസംബർ 21 ലോക ബാസ്കറ്റ്ബോൾ ദിനമായിട്ട് ആചരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, US ചരിത്രത്തിൽ ആദ്യമായി വിലക്ക് ഏർപ്പെടുത്തുന്ന പ്രസിഡന്റ് സ്ഥാനാർത്ഥി ആരാണ്? ഡൊണാൾഡ് ട്രംപ്. ഓക്കെ. US ചരിത്രത്തിൽ ആദ്യമായി വിലക്ക് ഏർപ്പെടുത്തുന്ന പ്രസിഡന്റ് സ്ഥാനാർത്ഥി ആരാണ്? ഡൊണാൾഡ് ട്രംപാണ്. ഓക്കെ. 16ാമത്തെ ചോദ്യം, കുട്ടികൾക്കെതിരെയുള്ള ചൂഷണം, ബാലവേല, ബാലവിവാഹം തുടങ്ങിയവ തടയുന്നതിനായി വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് ശരണബാല്യം. കുട്ടികൾക്കെതിരെയുള്ള ചൂഷണം, ബാലവേല, ബാലവിവാഹം തുടങ്ങിയവ തടയുന്നതിനായി വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് ശരണബാല്യം. ഇനി 17ാമത്തെ ചോദ്യം, മറവി രോഗം മുൻകൂട്ടി കണ്ടെത്താനും ഓർമ്മ മെച്ചപ്പെടുത്താനുമായി കൊച്ചിയിൽ പ്രവർത്തനം ആരംഭിച്ച സ്റ്റാർട്ടപ്പിൻ്റെ പേരെന്താണ്? ഈസ് ഡിമെൻഷ്യ. ഓക്കെ. ഈസ് ഡിമെൻഷ്യയാണ് മറവി രോഗം മുൻകൂട്ടി കണ്ടെത്താനും ഓർമ്മ മെച്ചപ്പെടുത്താനുമായി കൊച്ചിയിൽ പ്രവർത്തനം ആരംഭിച്ച സ്റ്റാർട്ടപ്പ്. ഇനി 18ാമത്തെ ചോദ്യം, 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം മലയാള വിഭാഗത്തിൽ ജേതാവ് ആരാണ്? EV രാമകൃഷ്ണനാണ്. EV രാമകൃഷ്ണനാണ് 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര മലയാള വിഭാഗത്തിൻ്റെ ജേതാവ്. ഇനി 19ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ആദ്യ ടെന്നീസ് ബോൾ T10 ക്രിക്കറ്റ് ലീഗ്. ഇന്ത്യയുടെ ആദ്യ ടെന്നീസ് ബോൾ T10 ക്രിക്കറ്റ് ലീഗ് ഇന്ത്യൻ സ്ട്രീറ്റ് പ്രീമിയർ ലീഗ്. ഇനി 20th ക്വസ്റ്റ്യൻ, 2023 അർജുന അവാർഡ് നേടിയ മലയാളി ലോങ് ജംപ് താരമാരാണ്? മുരളി ശ്രീശങ്കർ. 2024 അർജുന അവാർഡ് നേടിയ മലയാളി ലോങ് ജംപ് താരമാരാണ്? മുരളി ശ്രീശങ്കർ. അടുത്ത ചോദ്യം 21ാമത്തെ ചോദ്യമാണ്, 2023 അർജുന അവാർഡ് നേടിയ ക്രിക്കറ്റ് താരം ആരാണ്? മുഹമ്മദ് ഷമി. 2023 അർജുന അവാർഡ് നേടിയ ക്രിക്കറ്റ് താരം ആരാണ്? മുഹമ്മദ് ഷമി. ക്വസ്റ്റ്യൻ നമ്പർ 22, ദ്രോണാചാര്യ ലൈഫ് ടൈം പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ കബഡി ടീമിൻ്റെ പരിശീലകനാരാണ്? E. ഭാസ്കരൻ. ദ്രോണാചാര്യ ലൈഫ് ടൈം പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ കബഡി ടീമിൻ്റെ പരിശീലകൻ E. ഭാസ്കരൻ. ഇനി 23ാമത്തെ ചോദ്യം, മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡ് 2023 അർഹനായവർ ആരൊക്കെയാണ്? ചിരാഗ് ചന്ദ്രശേഖർ ഷെട്ടി, സാത്വിക് സായിരാജ്. മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡ് 2023 അർഹരായവർ
ചിരാഗ് ചന്ദ്രശേഖർ ഷെട്ടി ആൻഡ് സാത്വിക് സായിരാജ്. ഇനി 24ാമത്തെ ചോദ്യം, ദേശീയ ഗണിത ദിനമായിട്ട് ആചരിക്കുന്നത് എപ്പോഴാണ്? എല്ലാ വർഷവും ഡിസംബർ 22-ന് ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഗണിത ശാസ്ത്രജ്ഞരിൽ ഒരാളായ ശ്രീനിവാസ രാമാനുജൻ്റെ മികവിനെ അനുസ്മരിക്കാനാണ് ദേശീയ ഗണിത ദിനമായിട്ട് ഡിസംബർ 22-ന് ദേശം ആചരിക്കുന്നത്. ദേശീയ ഗണിത ദിനത്തിൻ്റെ ഉത്ഭവം 2012 മൻമോഹൻ സിംഗ് സർക്കാർ ഔദ്യോഗികമായി ഡിസംബർ 22 ആചരിക്കാൻ നിശ്ചയിച്ചതാണ്. അതുപോലെ തന്നെ 1887 ഡിസംബർ 22-ന് തമിഴ്നാട്ടിലെ ഈറോട്ടിൽ ജനിച്ച ശ്രീനിവാസ രാമാനുജൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ചിട്ടാണ് ഈ ദിനം ദേശീയ ഗണിത ദിനമായിട്ട് ആചരിക്കുന്നത്. ഓർത്തു വയ്ക്കുക, ഡിസംബർ 22. ഓക്കെ, അടുത്ത ചോദ്യം 26ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 2023 ഡിസംബറിൽ അറബിക്കടലിൽ സൊമാലിയൻ കടൽ കൊള്ളക്കാർ റാഞ്ചിയ ചരക്ക് കപ്പൽ ഏതാണ്? MV റൂവൻ ആണ് 2023 ഡിസംബറിൽ അറബിക്കടലിൽ സൊമാലിയൻ കടൽ കൊള്ളക്കാർ റാഞ്ചിയ ചരക്ക് കപ്പൽ പേരാണ് MV റൂവൻ. ഓക്കെ, 27ാമത്തെ ചോദ്യം, രാജ്യത്തെ ആദ്യ തീരക്കടൽ കാറ്റാടിപ്പാടം പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ്? രാജ്യത്തെ ആദ്യ തീരക്കടൽ കാറ്റാടിപ്പാടം പദ്ധതി നിലവിൽ വരുന്നത് കന്യാകുമാരിയിലാണ്. ഓക്കെ, ഇനി 28ാമത്തെ ചോദ്യം, 2024 ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ വിശിഷ്ടാതിഥിയായി വരുന്നത് ഇമാനുവൽ മാക്രോൺ. ഫ്രഞ്ച് പ്രസിഡന്റ് ആയിട്ടുള്ള ഇമാനുവൽ മാക്രോൺ ആണ് 2024 ഇന്ത്യൻ റിപ്പബ്ലിക് ഡേയിലെ ചീഫ് ഗസ്റ്റായിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 29ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. പട്ടികവർഗ വിഭാഗത്തിലെ കുട്ടികളെ ക്ഷയരോഗ വിമുക്തരാക്കുന്നതിനായി അക്ഷയ ജ്യോതി എന്ന പേരിൽ പദ്ധതി ആരംഭിക്കുന്ന ജില്ല ഏതാണ്? പാലക്കാടാണ്. ഓക്കെ, പട്ടിക വിഭാഗത്തിലെ കുട്ടികളെ ക്ഷയരോഗ വിമുക്തരാക്കുന്നതിനായി അക്ഷയ ജ്യോതി എന്ന പേരിൽ പദ്ധതി ആരംഭിക്കുന്ന ജില്ല പാലക്കാട്. ഇനി 30ാമത്തെ ചോദ്യം, അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്കായി സെഞ്ചുറി നേടിയ ആദ്യ മലയാളി. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്കായി സെഞ്ചുറി നേടിയ ആദ്യ മലയാളി സഞ്ജു സാംസൺ. 31ാമത്തെ ചോദ്യം, 5G ഡൗൺലോഡ് വേഗത്തിൽ ഒന്നാമതെത്തിയ രാജ്യം. 5G ഡൗൺലോഡ് വേഗത്തിൽ ഒന്നാമതായിട്ട് എത്തിയ രാജ്യം ഏതാണ്? UAE. ഓക്കെ, ഇനി 32ാമത്തെ ചോദ്യം, ഇന്ത്യൻ സ്കിൽസ് റിപ്പോർട്ട് പ്രകാരം പഠനം പൂർത്തിയാക്കി തൊഴിൽ രംഗത്തിറങ്ങുന്ന ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ യുവാക്കൾ ലിംഗഭേദമന്യേ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഓക്കെ, ഇന്ത്യൻ സ്കിൽസ് റിപ്പോർട്ട് അനുസരിച്ചിട്ടാണ് കേട്ടോ. തൊഴിൽ രംഗത്ത് ഇറങ്ങുന്ന ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ യുവാക്കൾ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന സംസ്ഥാനം കേരളം. ഓക്കെ, ഇനി 33ാമത്തെ ചോദ്യമാണ്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ചെയർമാനായി നിയമിതനാകുന്നത് ആരാണ്? ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ചെയർമാനായി നിയമിതനാകുന്നത് പ്രമോദ് അഗർവാൾ. ഓക്കെ, ഇനി 34ാമത്തെ ചോദ്യം, ദേശീയ കർഷക ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന്? ഡിസംബർ 23-നാണ് കിസാൻ ദിവസ് എന്ന് അറിയപ്പെടുന്ന ദേശീയ കർഷക ദിനം ഓക്കെ ഇന്ത്യയിൽ ആഘോഷിക്കുന്നത്. രാജ്യത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക ഘടനയ്ക്ക് കർഷകരുടെ അമൂല്യമായ സംഭാവനകളെ ആദരിക്കുന്നതിനും അംഗീകരിക്കുന്നതിനും വേണ്ടിയാണ് ഡിസംബർ 23-ന് കിസാൻ ദിവസ് അല്ലെങ്കിൽ ദേശീയ കർഷക ദിനമായിട്ട് ആചരിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 35ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 2023 ഡിസംബറിൽ ഗുജറാത്ത് തീരത്ത് അറബിക്കടലിൽ വെച്ച് ഡ്രോൺ ആക്രമണം നടന്ന കപ്പൽ ഏതാണ്? MV കെം പ്ലൂട്ടോ, ലൈബീരിയ. ഓക്കെ, MV കെം പ്ലൂട്ടോ എന്നാണ് ആ കപ്പലിൻ്റെ പേര്, ലൈബീരിയ. ഓക്കെ, ഇനി 36 വടക്കു കിഴക്കൻ മേഖലയുടെ സമഗ്രമായ വികസനം ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി ഏതാണ്? PM ഡിവൈൻ. വടക്കു കിഴക്കൻ മേഖലയുടെ സമഗ്രമായ വികസനം ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി ഏതാണ്? PM ഡിവൈൻ. ഓക്കെ, ഇനി 37ാമത്തെ ചോദ്യം. സംസ്ഥാന സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള ആദ്യ OTT പ്ലാറ്റ്ഫോം ഏതാണ്? സി സ്പൈസ്. ഓക്കെ, സി സ്പൈസ് എന്നാണ് ആ സംസ്ഥാന സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള ആദ്യ OTT പ്ലാറ്റ്ഫോം, സി സ്പൈസ്. ഓക്കെ, 38ാമത്തെ ചോദ്യം. 2023 ഫിഫ ക്ലബ് ലോകകപ്പ് ജേതാക്കൾ ആരാണ്? മാഞ്ചസ്റ്റർ സിറ്റി. 2023 ഫിഫ ക്ലബ് ലോകകപ്പ് ജേതാക്കൾ മാഞ്ചസ്റ്റർ സിറ്റി. അടുത്ത ചോദ്യം 39ാമത്തെ ചോദ്യമാണ്. ബാഡ്മിൻ്റൺ വേൾഡ് ടൂർ ഫൈനലിൽ വനിതാ വിഭാഗം കിരീടം നേടിയത് തായ് സൂ യിങ്. ഓക്കെ, തായ് സൂ യിങ് ആണ് ബാഡ്മിൻ്റൺ വേൾഡ് ടൂർ ഫൈനലിൽ വനിതാ വിഭാഗം കിരീടം നേടിയത്. തായ് സൂ യിങ്.
ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ 40ാമത്തെ ചോദ്യമാണ്. ദേശീയ ഉപഭോക്തൃ അവകാശ ദിനം 2023, അതായത് നാഷണൽ കൺസ്യൂമർ റൈറ്റ്സ് ഡേ 2023 എന്നാണ്? 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമം പാസാക്കിയതിൻ്റെ സ്മരണയ്ക്കായി ഡിസംബർ 24 ദേശീയ ഉപഭോക്തൃ അവകാശ ദിനം ആഘോഷിക്കുന്നു. സോ നാഷണൽ കൺസ്യൂമർ റൈറ്റ്സ് ഡേ 2023 എന്നാണ് ചോദ്യം. ദേശീയ ഉപഭോക്തൃ അവകാശ ദിനം എന്നാണ്. ഡിസംബർ 24 ദേശീയ ഉപഭോക്തൃ അവകാശ ദിനം ആഘോഷിക്കുന്നത്. ഓക്കെ, ഇനി 41ാമത്തെ ചോദ്യം. അന്റാർട്ടിക്കയിൽ നിലവിൽ വരുന്ന ഇന്ത്യയുടെ പുതിയ ഗവേഷണ കേന്ദ്രം മൈത്രി 2. ഓക്കെ, അന്റാർട്ടിക്കയിൽ നിലവിൽ വരുന്ന ഇന്ത്യയുടെ പുതിയ ഗവേഷണ കേന്ദ്രം മൈത്രി 2. ഓക്കെ, 42ാമത്തെ ക്വസ്റ്റ്യൻ. പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ പൊതു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആദ്യ ഹിന്ദു വനിത ഡോക്ടർ സവീര പർകാശ്. പാകിസ്ഥാൻ പൊതു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആദ്യ ഹിന്ദു വനിത ഡോക്ടർ സവീര പർകാശ്. ഓക്കെ, ഡോക്ടർ സവീര പർകാശ്. സോ അടുത്ത ക്വസ്റ്റ്യൻ 43ാമത്തെ ചോദ്യം. ഏറ്റവും കൂടുതൽ യൂട്യൂബ് വരിക്കാരുള്ള ലോക നേതാവ് എന്ന നേട്ടം സ്വന്തമാക്കിയത് ആരാണ്? നമ്മുടെ നരേന്ദ്രമോദി. ഓക്കെ, നമ്മുടെ PM ആയിട്ടുള്ള നരേന്ദ്രമോദിയാണ് ഏറ്റവും കൂടുതൽ യൂട്യൂബ് വരിക്കാരുള്ള ലോക നേതാവ് എന്ന നേട്ടം സ്വന്തമാക്കിയത്. ഇനി 44ാമത്തെ ചോദ്യം. അയോധ്യ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേരെന്താണ്? അയോധ്യ ധാം എന്ന് പുനർനാമകരണം ചെയ്യും. ഓക്കെ, അയോധ്യ റെയിൽവേ സ്റ്റേഷന്റെ പേര് അയോധ്യ ധാം എന്ന് പുനർനാമകരണം ചെയ്യും. അതേപോലെ തന്നെ 45ാമത്തെ ചോദ്യം. അയോധ്യ വിമാനത്താവളം മഹർഷി വാൽമീകി എയർപോർട്ട് എന്ന പേരിൽ പുനർനാമകരണം ചെയ്യും. ഓക്കെ, അയോധ്യ വിമാനത്താവളത്തിൻ്റെ പുതിയ പേരെന്താണ്? മഹർഷി വാൽമീകി. അതേപോലെ തന്നെ അയോധ്യ റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേര് അയോധ്യ ധാം റെയിൽവേ സ്റ്റേഷൻ. ഓക്കെ, ഇനി 46ാമത്തെ ചോദ്യം. ഈ അയോധ്യ ഉത്തർപ്രദേശിലാണുള്ളത്. ഇനി 46ാമത്തെ ചോദ്യം. റേഷൻ കടകളിലൂടെ കുറഞ്ഞ നിരക്കിൽ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതി സുജലം. റേഷൻ കടകളിലൂടെ കുറഞ്ഞ നിരക്കിൽ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പേരാണ് സുജലം. ഓക്കെ, 46ാമത്തെ ചോദ്യം. 2023 അനിമൽ ഹെൽത്ത് കോൺക്ലേവിന് വേദിയാക്കുന്ന നഗരം. അനിമൽ ഹെൽത്ത് കോൺക്ലേവിന് വേദിയാകുന്ന നഗരം 2003 അനിമൽ ഹെൽത്ത് കോൺക്ലേവിന് വേദിയാകുന്ന നഗരം ന്യൂഡൽഹി. ഇനി 48ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നഗരം നിലവിൽ വരുന്നത് ലക്നൗ, ഉത്തർപ്രദേശ്. AI നഗരം നിലവിൽ വരുന്നത് ലക്നൗ, ഉത്തർപ്രദേശ്. ഇനി അടുത്ത ചോദ്യം 49ാമത്തെ ചോദ്യമാണ്. 2023 ഡിസംബറിൽ 3D പ്രിന്റിംഗ് വഴി മുഖഭാഗങ്ങൾ മാറ്റിവെക്കാനുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിച്ച IIT ഏതാണ്? IIT മദ്രാസ്. ഓക്കെ, 2023 ഡിസംബറിൽ 3D പ്രിന്റിംഗ് വഴി മുഖഭാഗങ്ങൾ മാറ്റിവെക്കാനുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിച്ച IIT മദ്രാസ് ആണ്. ഓക്കെ, അതേപോലെ 50ാമത്തെ ക്വസ്റ്റ്യൻ. ലോകത്തിലെ ഏറ്റവും മനോഹരമായ വിമാനത്താവളത്തിലുള്ള യുനെസ്കോയുടെ പ്രിക്സ് വെർസൈൽസ് 2023 പുരസ്കാരത്തിന് അർഹമായത് ഏത് എയർപോർട്ടാണ്? കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളം. കെമ്പഗൌഡ ഇൻ്റർനാഷണൽ വിമാനത്താവളമാണ് ലോകത്തിലെ ഏറ്റവും മനോഹരമായ വിമാനത്താവളത്തിനുള്ള യുനെസ്കോയുടെ പ്രിക്സ് വെർസൈൽസ് 2023. ഓർത്തു വയ്ക്കുക, പ്രിക്സ് വെർസൈൽസ് 2023 പുരസ്കാരത്തിന് അർഹമായത് കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളം ബാംഗ്ലൂരാണ് ഉള്ളത്. കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളം ബാംഗ്ലൂർ, കർണാടകയിലാണ് ഉള്ളത്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ 51ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സർക്കാർ ജീവനക്കാർക്ക് ജോലി സ്ഥലത്തിനോട് ചേർന്ന് കുട്ടികളെ പരിചരിക്കാൻ ശിശു പരിചരണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്ന പദ്ധതിയുടെ പേരാണ് ക്രഷ്. ഓക്കെ, അതായത് സർക്കാർ ജീവനക്കാർക്ക് ജോലി സ്ഥലത്തിനോട് ചേർന്ന് തന്നെ കുട്ടികളെ പരിചരിക്കാൻ ശിശു പരിചരണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്ന പദ്ധതിയുടെ പേരാണ് ക്രഷ്. ഓക്കെ, ഇനി 52ാമത്തെ ചോദ്യം. ക്ലിനിക്കൽ മൂല്യനിർണ്ണയം, റെഗുലേറ്ററി ഫെസിലിറ്റേഷൻ, പുതിയ ഉൽപ്പന്നങ്ങൾ ഏറ്റെടുക്കൽ എന്നിവയിൽ മെഡ്ടെക് ഇന്നോവേറ്റർമാരെ സഹായിക്കാൻ ലക്ഷ്യമിടുന്ന പോർട്ടലിൻ്റെ പേരാണ് മെഡ്ടെക് മിത്ര പോർട്ടൽ. ഓക്കെ, അതായത് ക്ലിനിക്കൽ മൂല്യനിർണ്ണയം, റെഗുലേറ്ററി ഫെസിലിറ്റേഷൻ, പുതിയ ഉൽപ്പന്നങ്ങൾ ഏറ്റെടുക്കൽ എന്നിവയിൽ മെഡ്ടെക്
ഇന്നൊവേറ്റർമാരെ സഹായിക്കാൻ, മെഡിക്കലാണ്, മെഡ് ടെക് ഇന്നൊവേറ്റർമാരെ സഹായിക്കാൻ ലക്ഷ്യമിടുന്ന പോർട്ടലിൻ്റെ പേരാണ് മെഡ് ടെക് മിത്ര പോർട്ടൽ. ഓക്കെ, സോ ഇനി 53-ാമത്തെ ചോദ്യം. കേരളത്തിലെ ഏറ്റവും മികച്ച കർഷക പ്രതിഭയ്ക്കുള്ള കർഷകശ്രീ 2024 പുരസ്കാരത്തിന് അർഹനായത് PB അനീഷ്. കേരളത്തിലെ ഏറ്റവും മികച്ച കർഷക പ്രതിഭയ്ക്കുള്ള കർഷകശ്രീ 2024 പുരസ്കാരത്തിന് അർഹനായത് PB അനീഷാണ്. അനീഷിൻ്റെ പിക്ചർ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 54. ബെന്നു ചിഹ്നഗ്രഹത്തെ 7 വർഷം നിരീക്ഷിച്ച നാസയുടെ ചരിത്ര ദൗത്യത്തിൻ്റെ പേരാണ് ഒസൈറിസ് റെക്സ്. ബെന്നു ചിഹ്നഗ്രഹത്തെ 7 വർഷം നിരീക്ഷിച്ച നാസയുടെ ചരിത്ര ദൗത്യത്തിൻ്റെ പേരാണ് ഒസൈറിസ് റെക്സ്. ഒസൈറിസ് റെക്സ് എന്നാണ് ബെന്നു ചിഹ്നഗ്രഹത്തെ 7 വർഷം നിരീക്ഷിച്ച നാസയുടെ ചരിത്ര ദൗത്യം. ഓക്കെ, സോ ഇനി 55-ാമത്തെ ചോദ്യം. ശുദ്ധമായ ഊർജം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഉത്തർപ്രദേശ് ഹൈഡ്രജൻ നയം നടപ്പിലാക്കും. ഓക്കെ, ലക്നൗ, ഉത്തർപ്രദേശ്. ശുദ്ധമായ ഊർജത്തിലേക്കും കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാനുമുള്ള നീക്കത്തിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സംസ്ഥാനത്തിൻ്റെ ഹൈഡ്രജൻ നയം 2023 നടപ്പിലാക്കാൻ ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു. ഓക്കെ, സോ ഏത് സ്റ്റേറ്റ് എന്നുള്ള ചോദ്യമാണ്. ലക്നൗ, ഉത്തർപ്രദേശ്. ഓക്കെ, ശുദ്ധമായ ഊർജം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഉത്തർപ്രദേശാണ് ഹൈഡ്രജൻ നയം നടപ്പിലാക്കുന്നത്. ഓക്കെ, ഇനി 56-ാമത്തെ ചോദ്യം. CISFൻ്റെ ആദ്യ വനിതാ മേധാവി നീന സിംഗ്. നീന സിംഗിൻ്റെ ഇമേജാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. CISFൻ്റെ ആദ്യ വനിതാ മേധാവി ആരാണ്? നീന സിംഗ്. അടുത്ത ചോദ്യം 57-ാമത്തെ ചോദ്യമാണ്. ജീവിതശൈലി രോഗങ്ങൾ കണ്ടെത്താൻ ആരോഗ്യ വകുപ്പിൻ്റെ സർവേ നടത്തിയ ആപ്പ് ശൈലി ആപ്പ്. ഓക്കെ, ജീവിതശൈലി രോഗങ്ങൾ കണ്ടെത്താൻ ആരോഗ്യ വകുപ്പിൻ്റെ സർവേ നടത്തിയ ആപ്പ് ശൈലി ആപ്പാണ്. അതവിടെ കൊടുത്തിരിക്കുന്നത്. കേരള ഗവൺമെൻറ് ലോഞ്ച് ശൈലി ആപ്പ് ഫോർ ഡയഗ്നോസിങ് കൺട്രോളിങ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. ഓക്കെ, ഇനി 58-ാമത്തെ ചോദ്യം. CRPF പുതിയ ഡയറക്ടർ ആരാണ്? CRPF പുതിയ ഡയറക്ടർ ജനറൽ അനീഷ് ദയാലാണ് CRPF പുതിയ ഡയറക്ടർ. ഓക്കെ, സോ നമ്മൾ ഡിസംബർ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. 3 പാർട്ടുകളായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു ഡിസംബറിലെ കറണ്ട് അഫെയർസ്. സോ അടുത്ത ക്ലാസ് തൊട്ട് ജനുവരി 1st വീക്ക്, 2nd വീക്ക്, 3rd വീക്ക്, 4th വീക്ക് അങ്ങനെ പോകാം നമുക്ക് കറണ്ട് അഫെയർസ്. സോ എല്ലാവരും നന്നായി പഠിക്കുക. മാക്സിമം എല്ലാ വീഡിയോസും ലേണിനുണ്ട്. എല്ലാ വീഡിയോസും യൂട്ടിലൈസ് ചെയ്ത് നന്നായി പഠിച്ച് നല്ലൊരു ജോലിയിലേക്ക് എത്താൻ ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.